വഖാമൽ ഹാഷിമിയു മിൻ മജ്ലിസിഹി. അപ്പൊ ഈ യുവാവ്, ഈ ചെറുപ്പക്കാരൻ, മറ്റേ നമ്മളെ ആ പാട്ടുകാരന്റെ ശബ്ദം കേട്ടു അയാള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഈ ചെറുപ്പക്കാരൻ തന്റെ ഇരിപ്പിടത്ത് അങ്ങനെ എണീറ്റു. ഹാഷ്മി വംശജനാണോ പേര്. അങ്ങനെ വാനക ഷാബ, ഇവിടെ ഈ കഥകൾ പറഞ്ഞു കൊടുത്ത സ്വർഗം നരകം ഖുർആനിക വെളിച്ചത്തിലൂടെ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത അദ്ദേഹത്തെ കൂട്ടി ആലിംഗനം ചെയ്തു. എന്നിട്ട് വബക്ക, ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് കരഞ്ഞു. വസാഹ ശബ്ദിച്ചു, പൊട്ടിയത് കരഞ്ഞു എന്നാ. എന്നിട്ട് വക്കാല, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഇൻഷരിഫു അന്നി, നിങ്ങളൊക്കെ എന്നെ തൊട്ട് ഒഴിഞ്ഞു പോകണം, ഇവിടെ കണ്ട പോയിക്കോളിന്ന് പറഞ്ഞു. ആരോട്? തന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട്. വഖറജ ഇല സുഹനിദാരിഹി, അങ്ങനെ സ്വഹനിദാരി, അദ്ദേഹത്തിന്റെ വീടിന് കോട്ടയുണ്ട്. വീടാണ് വലിയൊരു കോട്ട, എല്ലാവരും ഭാഗത്തേക്ക് ഓപ്പര് പുറപ്പെട്ടു. അങ്ങനെ ഈ ചെറുപ്പക്കാരനോടുകൂടെ അച്ചെറുപ്പക്കാരൻ കട്ടിലൊക്കെ മാറ്റി പായ വിരിച്ച് അവിടെ ഇരുന്നു. യനൂഹു അല ശബാബിഹി വയന്തുബു നഫ്സുഹു വശാബു യഇലുഹു. അങ്ങനെ യനൂഹു അല ശബാബിഹി, തന്റെ യുവത്വത്തിന്റെ മേല് ഈ യുവാവ് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വയന്തുബു നഫ്സുഹു, തന്റെ നഫ്സുമായി അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വശാബു, ഇവിടെ വന്ന ഈ യുവാവ് യഇലുഹു, ഈ ചെറുപ്പക്കാരന് വാളങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇലാ നസ്ബഹ, നേരം പുലരുന്നത് വരെ പറഞ്ഞു കൊടുത്തു, ഉറങ്ങിയിട്ടില്ല. വഖദ് അഹദല്ലാഹ തആല, അങ്ങനെ അല്ലാഹുവിനോട് ഈ ചെറുപ്പക്കാരൻ വാഗ്ദാനം ചെയ്തു, അല്ലാ യഊദ ലിമഅസിയതിഹി അബദ, ഇനി ഒരിക്കലും തെറ്റിലേക്ക് അവൻ മടങ്ങൂല എന്ന്. ഒരിക്കലും ഞാൻ മടങ്ങൂല, തെറ്റിലേക്ക് ഞാൻ പോകൂല, തെറ്റ് ഞാൻ ചെയ്യൂല എന്നൊരു വാഗ്ദാനം ഈ ഉപദേശ ഫലമായി ഈ യുവാവും കൂടിയപ്പോൾ ആ യുവാവ് നന്നായി. ഫലമ്മ അസ്ബഹ, നേരം പുലർന്നപ്പോൾ അൽഹറ തോബത്തു, തന്റെ തോബ അദ്ദേഹം എന്തായെന്നറിയാമോ, അത് പ്രകടമാക്കി വെളിച്ചത്ത് കൊണ്ടുവന്നു. വലസിമൽ മസ്ജിദ, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരുന്നു. വൽ ഇബാദത്ത, ഇബാദത്തുമായി ചടഞ്ഞുകൂടി. വ അമറ ബിദ്ദഹബി വൽ ഫില്ലത്തി വൽ ജവാഹിരി വൽ മലാബിസി, തന്റെ വസ്ത്രങ്ങൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, രത്നങ്ങള്, സ്വർണം, വെള്ളി എന്നീ നാണയങ്ങളും ഖനികളും ഇതുകൊണ്ട് അദ്ദേഹം എന്താണെന്നറിയാമോ കൽപ്പിച്ചു. അങ്ങനെ എന്തിനു പറയുന്നു, ഫിബിഅത്തു കുല്ലുഹ, അത് മുഴുവനും അങ്ങ് വിൽക്കപ്പെടുകയുണ്ടായി. അങ്ങനെ വിറ്റിട്ട് സദ്ദഖ ബിഹ, അതിന്റെ പണങ്ങളെ കൊണ്ട് ധർമ്മം അങ്ങ് ചെയ്തു. തന്റെ നഫ്സിന്റെ മേൽ എന്തൊക്കെ നടത്തിയിരുന്നോ എല്ലാ സുഖങ്ങളും അവർ മുറിച്ചാൽ കളഞ്ഞു. അവിടെ മുറിക്കപ്പെട്ട് കിടക്കുന്ന, ഉറപ്പിക്കപ്പെട്ട എന്തൊക്കെ വീണുമായ സമ്പത്തുണ്ടോ അതൊക്കെ മുഴുവൻ തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് സമ്പത്ത് വിറ്റു. അബീദഹു, തന്റെ അടിമകളെയും, വജവാരിയഹു, അടിമ സ്ത്രീകളെയും ഒക്കെ വിറ്റു. അടിമത്തത്തെ മോചനം തേടിയെടുത്തവരെയും തെരഞ്ഞെടുത്തവരെയും മൂപ്പര് മോചിപ്പിച്ചു. കുല്ലിഹി, ഇത് മുഴുവൻ കൊണ്ട് മൂപ്പരെന്തായി ധർമ്മങ്ങൾ ചെയ്തു. വലബിസ സൂഫ വൽ ഹസന, വരമുള്ള കട്ടിയുള്ള മിനുസമില്ലാത്ത രോമക്കുപ്പായവും അതുപോലെ തന്നെ കട്ടിയുള്ള വസ്ത്രങ്ങൾ എടുത്തു, വരമുള്ളത് ധരിച്ചു. വാക്കല ഷഹീറാത്താന്ന ബാർലി, അത് ഭക്ഷിക്കാൻ തുടങ്ങി, ഗോതമ്പ്. വകാന യുഹയില്ലയില കുല്ല, രാത്രി മുഴുവനും ഹയാത്താക്കി. വയസൂമുന്നഹാറ, പകല് മുഴുവനും വ്രതമെടുത്തു. അത്താക്കാന യസൂറുഹു സ്വാലിഹൂന വൽ അഖിയാർ, ഈ ചെറുപ്പക്കാരൻ നന്നായി 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 ഉയർന്ന പദവിയിലെത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ അന്നുള്ള ആ നാട്ടിലെവിടെയുമുള്ള സജ്ജനങ്ങളും ഉന്നതന്മാരുമായ ആളുകൾ ഇയാളെ സന്ദർശിക്കാൻ തുടങ്ങി, അപ്പടിയിലെത്തിക്കെത്തി. അങ്ങനെ വയഖൂലൂന ലഹു, അവരെല്ലാവരും വന്നിട്ട് ഈ യുവാവിനോട് പറയാൻ തുടങ്ങി, ഇർഫഖ് ബിനഫ്സിക, യുവാവേ, ചെറുപ്പക്കാരാ, താങ്കൾ ശരീരം നഷ്ടപ്പെടുത്തണ്ട, ആ ശരീരത്തോട് മയം ചെയ്യണം എന്ന് പറഞ്ഞു. ഫഇന്നൽ മൗല കരീമുൻ, കാരണം കരീമൻ അല്ല, കരീമും മാന്യനാണ്. യസ്കുറുൽ യസീറ, കുറച്ച് ചെയ്താൽ തന്നെ നന്ദി എന്ന് രേഖപ്പെടുത്തും. വയുസീബു അലൈഹിൽ കസീറ, കുറച്ച് അമൽ ചെയ്താൽ തോര അല്ലാഹു തആല കൂലി നൽകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വയഖൂലു,
അപ്പൊ എന്ത് പറയും? ഈ അടിമ പറയും, അല്ല ഈ യുവാവ് പറയുന്നു, യാ ഖയ്യൂമു ഖയ്യൂമേ അന ആരിഫു നഫ്സി, എന്റെ നഫ്സ് എന്താണെന്ന് എനിക്കറിയാം. ഇന്ന ജിർമി അലീം, ഞാൻ ചെയ്ത കുറ്റം വലുതാണ്. ആസയത്തു മൗലായ ഫില്ലൈലി വന്നഹാരി, രാവിലും പകലിലും പടച്ചവനെ നിനക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വയബിക്ക് മഹാൻ കരയുന്നു. വയുക്സുറുൽ ബുക, കരച്ചിൽ അധികമാക്കുന്നു. സുമ്മ ഖറജ, ഇങ്ങനെ ഇരിക്കുന്ന മഹാൻ പിന്നീട് പുറത്തുപോയി ഹാജൻ, ഹജ്ജ് ചെയ്യുന്നവരായിട്ട് പോയി. അലാ ഖദമൈ ഹാഫിയൻ, ചെരുപ്പില്ലാതെ നടന്നുകൊണ്ട് ഹജ്ജിന് പോയി. എല്ലാ സുഖങ്ങളും പിടിഞ്ഞു. മാ അലൈഹി ഇല്ലാ ഖശിയതൻ, മാ അലൈഹി അദ്ദേഹത്തിന്റെ മേലില്ല, ഇല്ലാ ഖശിയതൻ വമാ മഅഹു ഇല്ലാ റിക്വതും വജറാബ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേലില്ല എന്തില്ല? ഇല്ലാ ഖശിയതൻ, മാ അലൈഹി ഇല്ലാ ഖശിയത്ത് എന്നല്ലേ അങ്ങനെ ഉണ്ടാവുക. മാ അലൈഹി അദ്ദേഹത്തിന്റെ മേലില്ല, മാന്റെ ഇസ്മല്ലേ, അപ്പൊ എല്ലാ ഖശിസ്തസിന് പുറമായിക്കോട്ടെ. അദ്ദേഹത്തിന്റെ മേലില്ല എന്തില്ല? എല്ലാ ഖശിയത്തുൻ, വരമുള്ള വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. വമാ മഅഹു അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, ഇല്ലാ റിക്വത്തും വജറാബ്, തോൽപാത്രം, ഭക്ഷണമുള്ള തോൽപാത്രവും കുടിക്കാനുള്ള പൂജയുമല്ലാതെ മറ്റൊന്നുമില്ല. അത്താ ഖദിമ മക്ക, അങ്ങനെ മക്കയിലേക്ക് മുമ്പെത്തി. വഖള ഹജ്ജഹു, തന്റെ ഹജ്ജൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. ഫഅഖാമ ബിക, അവിടെ തന്നെ താമസിച്ചു മക്കയില്. ഇലാ അൻ തുവഫിയ റഹ്മഹുല്ലാഹു തആല, മഹാനവറുകൾ മക്കയിൽ വെച്ച് വഫാത്താവുന്നവർ അവിടെ തന്നെ താമസിച്ചു. അള്ളാഹ് നന്നാക്കാൻ വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു സബബാണ് ആ യുവാവിന്റെ ഓത്ത്. വകാന യദ്ഖുൽ ഹിജ്റ, അങ്ങനെ ഹിജ്ർ ഇസ്മായിലിന് മുമ്പിൽ കിടക്കും. ബെല്ലയിൽ രാത്രി കിടക്കും അവിടെ. വയനൂ അലാ നഫ്സിഹി, സ്വന്തം നഫ്സിന്റെ മേലിൽ വിങ്ങിപ്പൊട്ടി സങ്കടപ്പെടും. വയഖൂലു, ആ യുവാവ് പറയും, സയ്യിദി, എന്റെ യജമാനനെ, ഖം ലം ഉറാഖിബുക ഫീ ഖലവാതി, ഒരുപാട് എനിക്ക് ഒഴിവുകളുണ്ടായിട്ടുണ്ട്, അവിടൊക്കെ ഞാൻ നല്ലോണം ആനന്ദിച്ചിട്ടുണ്ട്, എന്റെ മനസ്സ് നല്ലോണം ആഹ്ലാദം കൊണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും നിന്നെ ഞാൻ നിരീക്ഷിക്കുകയോ സൂചിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ എത്രയുണ്ട്. കം മുബാരിസുക ബിൽ മആസ്, സയ്യിദി, എന്റെ യജമാനെ, എന്റെ അല്ലാഹ്, തെറ്റുമായി ഞാൻ നിന്നോട് എത്രയോ വെളിപ്പെട്ടിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. ദഹബത്ത് ഹസനാത്തി, എന്റെ എല്ലാ നന്മകളും പോയി. ഓ ബഖീഅത്തി, എന്റെ കൂടെ തെറ്റുകൾ മാത്രം അവശേഷിക്കുന്നു. ഇത് സങ്കടത്തോട് കൂടെ പറയാണ്. ഫൽ വൈരുലി, എല്ലാ നാശവും എനിക്കാണ്. യൗമ അൽഖാക, നിന്നെ ഞാൻ കണ്ടുമുട്ടുന്ന ദിനമുണ്ട്, അന്ന് നാശം എനിക്കാ. വൽ വൈലു മിൻ സഹീഫത്തി, എന്റെ ഏടുകളുണ്ട്, ആ ഏട്ടിൽ ഒരുപാട് നാശങ്ങൾ കാണാനുണ്ട്. ഇദാ നുശിറത്ത് മംലൂഅതൻ മിൻ ഫളായിഹി വഖതിആതി, അവിടെ എന്താണ്? അത് വിരുത്തപ്പെടുകയാണെങ്കിൽ, ഏത് ആ ഏടുകൾ വിരുത്തപ്പെടുകയാണെങ്കിൽ എന്തിനാലാ നിറഞ്ഞു കിടക്കുന്നത്? മംലൂഅതൻ മിൻ ഫളായിഹി വഖതിആതി, എന്റെ തെറ്റുകള്, എന്റെ വഷത്തരങ്ങള്, അത് മുഴുവൻ നിറക്കപ്പെട്ട ഏടുകളാണ്. ആ ഏടുകളുടെ പരത്തപ്പെടുമ്പോൾ നാശം മുഴുവനും എനിക്കല്ലേ. ബൽ എന്ന് മാത്രമല്ല, ഹല്ലലിൽ വൈലു മിൻ മഖ്തിക ഇയ്യായ, നീ എന്നോട് കാണിക്കുന്ന ദേഷ്യം, ആ ദേഷ്യത്തിൽ നിന്ന് നാശം എനിക്കിതായി ഇറങ്ങിയിരിക്കുകയാണ്. ഓ തൗബീഹിക ലീ, അതുപോലെ തന്നെ നീ എന്നെ വഷളയാക്കുകയാണ്, എരപ്പാക്കുകയാണ്, അതും ഇതാ വന്നിരിക്കുന്നു. എവിടെ? ബി ഇഹ്സാനിക ഇലയ്യ, നീ എന്നെക്കുള്ള ഗുണം ചെയ്യുമ്പോൾ ആ ഗുണം ചെയ്യുന്നതിൽ നീ എന്നെന്താക്കുന്നുണ്ട്? എരപ്പാക്കുകയാണ്. ഇത്രയെല്ലാം പടച്ചോണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, റബ്ബ് എനിക്ക് ഇഹ്സാൻ ചെയ്തല്ലോ, അതൊരു വഷളത്തരമല്ലേ? അതുപോലെ തന്നെ മഖാബലത്തിന്റെ നിഅമതിക ബിൽ മആസി, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തപ്പോൾ അതിന് പ്രതികാരമായി റബ്ബേ നീ നിഅമത്ത് കൊണ്ട് എന്നെ നേരിടുകയാണ്. അതൊക്കെ കാണുമ്പോഴും എനിക്ക് വഷളത്തരമാണ്. അതാണ് എന്റെ ചിന്ത. വഅന്ത മുത്തലിഉൻ അലാ ഫിആലി സയ്യിദി, എന്റെ റബ്ബേ, എന്റെ എല്ലാ പ്രവർത്തികളും നീ വെളിപ്പെട്ടറിഞ്ഞവനാണ്. ഇല്ലാമൻ അഹ്റുബു ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ എനിക്ക് ആരിലേക്ക് ഓടിപ്പോവാൻ കഴിയൂല. വ ഇലാമൻ അൽതജിഉ, നിന്നിലേക്കല്ലാതെ ഞാൻ ആരടുത്തേക്കാണ് അണഞ്ഞുകൂടുക, വേറെ ഒരാളുമില്ല.
വഅലയ്യ വഅലാ മൻ അഅ്തമിദു ഇല്ലാ അലൈക സയ്യിദി. എന്റെ അല്ലാ, നിന്റെ പേരിലല്ലാതെ ഞാൻ ആരുടെ പേരിൽ ചാരണം കൊള്ളും? ഇന്നി നിശ്ചയമായിട്ടും ഞാൻ ലാ അസ്തഹിലു, ഞാൻ അഹിലുകാരനല്ല. എന്തിന്? അനസ് അലകൽ ജന്നത്ത, സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കാൻ ഞാൻ അർഹനല്ല. ബൽ അസ് അലുക്ക, എങ്കിലും നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, ബിജൂദിക്ക, നിന്റെ ധർമ്മം, വകർമിക്ക, നിന്റെ മാന്യത, വഫളിക്ക, നിന്റെ ഔദാര്യം, ഇത് വെച്ച് നിന്നോട് ഞാൻ ചോദിക്കുന്നു. അൻ തഗ്ഫിറലി, നീ എനിക്ക് പുറത്തു തരല്ലേ. വതർഹമനി, നീ എന്നോട് കരുണ കാണിക്കലിനെ, ഇതാണ് ഞാൻ ചോദിക്കുന്നു, മറ്റൊന്നുമില്ല. ഫഇന്നക, നിശ്ചയമായിട്ടും നീ അഹ്ലു തഖ്വ വഅഹ്ലുൽ മഗ്ഫിറ, മഗ്ഫിറത്തിന്റെ ഉടമയാണ് നീ, ഭക്തിയുടെ ഉടമയാണ് നീ. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു കൊണ്ടാ കരുണ ചെയ്യണേ. എന്നിട്ട് അൻഷദു ഫീ ഹാദൽ മഅന, പണ്ഡിതന്മാർ ഈ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ചെറുപ്പക്കാരന്റെ കഥകളുമെല്ലാം ചിന്തിച്ച് അതിനത് അവർ ഗാനം ആലപിക്കുകയാണ്. എന്ത്? അസൈതൂക ജാഹിരൻ യാദൽ മഅലി ഫഫർരിജ് മാ തറാ മിൻ സൂഇ ഹാലി ഇല്ലാ മൻ യർജിഉൽ മംലൂകു ഇല്ലാ മൗലാഹു യാ മൗലൽ മവാലി. അസൈതുക ജാഹിരൻ, പമ്പര വിഡ്ഢിയായിക്കൊണ്ട് റബ്ബേ നിനക്ക് ഞാൻ തെറ്റ് ചെയ്തു. യാദൽ മആലി, അങ്ങേറ്റം ഉയർന്നു നിൽക്കുന്നവനായ അള്ളേ. ഫഫർരിജ് മാ തറാ മിൻ സൂഇ ഹാലി, എന്റെ മോശമായിരിക്കുന്ന അവസ്ഥ നീ കാണുന്നുണ്ട്, അത് മുഴുവനും നീ എനിക്ക് തുറവടിയാക്കി തരണേ അല്ലാ. ഇലാ മൻ യർജിഉൽ മംലൂകു, അടിമ എവിടേക്കാണ് മടങ്ങുക? ഇല്ലാ ഇലാ മൗലാഹു, അടിമക്ക് മടങ്ങാനുള്ള അഭയകേന്ദ്രവും അതിന്റെ നേതാവും അവന്റെ യജമാനനല്ലാതെ ആരുണ്ട്? യാ മൗലൽ മവാലി, നേതാക്കന്മാരുടെ നേതാവായ അല്ലാ, മൗലകളുടെ മൗലയായ അല്ലാ, നിന്നിലേക്കല്ലാതെ എവിടേക്ക് മടങ്ങാൻ കഴിയും? വഖദ് അൽഹഖ്തു, ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ശേഷം മഹാനായ മായാഫി തങ്ങളെ വക ഒരു 2 ബൈത്തും കൂട്ടിച്ചേർക്കുകയും മൂന്നാമത്തെ ബൈത്ത് 2 ബൈത്തിനോട് വഖദ് അൽഹഖ്തു, ഞാൻ ചേർത്തിരിക്കുന്നു. ഹാദിൽ ബൈത്തൈനി, ഈ 2 ബൈത്തിനെ ബിസാലിസൻ, മൂന്നാമത്തെ ബൈത്തുണ്ട്, അതും കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് വഖുൽതു, ഞാൻ പറഞ്ഞു, വഇന്നക അഹ്ലു മഗ്ഫിറത്തിൻ വഅഫ്വിൻ വതവ്വാബിൻ വമിഫ്ളാലിൻ നിവാലി. വഇന്നക, നിശ്ചയമായിട്ടും പടച്ചവനെ നീ അഹ്ലു മഗ്ഫിറത്തിൻ, നീ പുറത്തു കൊടുക്കുന്ന ഉടമയാണ്, വഅഫ്വിൻ, വിട്ടുവീഴ്ച ചെയ്യുന്ന ഉടമയാണ്, വതവ്വാബിൻ, തോപ സ്വീകരിക്കുന്നതിന്റെ ഉടമയാണ്, വമിഫ്ളാലിൻ നിവാൽ, നല്ലോണം വാരിക്കോരി കൊടുക്കുന്ന ധർമ്മത്തിന്റെ മിഫ്ളാലാണ് റബ്ബേ നീ. അല്ലാതെ ആരോടെന്ന് പറയാൻ എന്ന സങ്കടങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് എല്ലാ നിലക്കും സുഖിച്ച മഹാൻ, അല്ല എല്ലാ നിലക്കും സുഖിച്ച 20 ചില്ലാനം വയസ്സായ ചെറുപ്പക്കാരൻ ഒരു നിമിഷം കൊണ്ട് ആ ഒരു രാഗം കേട്ട് ആളെ വരുത്തി വിശദീകരണം കേട്ടു. അദ്ദേഹം കാരണം ഇദ്ദേഹം നന്നായി വലിയൊരു വലിയ പോസ്റ്റിലേക്ക് എത്തി. ഇത്രയുള്ളൂ അള്ള വിചാരിച്ച നന്നാക്കാൻ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ നന്നാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.